നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഏകദേശം ഒരു പ്രീമിയം കളക്ഷൻസിൻ്റെ ആണെന്ന് തോന്നുന്നു, ഡിസ്കൗണ്ട് സെയിൽ തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചന്തേരിയുടെ മോഡലും ഒക്കെ. ഒത്തിരി മീൻസ് ചന്തേരി എന്ന് പറഞ്ഞാൽ പ്യുവർ ചന്തേരിയാണ് ഇതിനകത്ത് വരുന്നത്. അല്ലാത്തതും ഉണ്ട്, പിന്നെ ഫാൻസി സാരിയുണ്ട്, ടസറിൻ്റെ സാരിയുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം മിസ്സാക്കാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇതാണ് ആദ്യത്തെ സാരി, ചന്തേരി സാരിയാണ്. ഇതൊരു നല്ല ഒരു ലൈറ്റ് റോസ് കളറ്. എന്നിട്ട് ഈ കാണുന്നത് മുഴുത്തേൽ ഈ കാണുന്നത് ഫുള്ള് വീവിങ് ആണ്, പ്രിൻ്റ് അല്ല. അതാണ് ഈ സാരികളുടെ ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടി, അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. ഇത് വരും മുന്താണി കണ്ടോ, സിൽവർ വീവിങ് ആണ് ഫുള്ള് പോയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണി. നല്ല സാരി, നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാൻ നല്ല സാരിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ബോഡിക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ബോഡിയാണ്. ബ്ലൗസില്ലേ ഇതിൻ്റെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ വരും കൈക്ക്. ഇതില്ലേ നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ ബ്ലൗസിൻ്റെ അവിടെ കാണിച്ചപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ട്രാൻസ്പെറൻ്റ് ആണോ എന്ന്. പക്ഷെ ട്രാൻസ്പെറൻ്റ് അല്ല, ആണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ്. പക്ഷെ അതിൻ്റെ നിറച്ചും ഇതുണ്ടോ, ഇത്രയും പ്രിന്റ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതിപ്പോൾ മുന്താണിയുടെ ഭാഗമാണ്. ഞാൻ ബോഡിയുടെ ഭാഗം കൂടി ഒന്ന് കാണിക്കാം. വേണ്ട, ഇങ്ങനെ നിറച്ചും വീവിങ് വന്നേക്കുന്നതുകൊണ്ട്, പ്രിന്റ് അല്ല വീവിങ് വന്നേക്കുന്നതുകൊണ്ട് അതിനൊരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യത്തില്ല. മേളിലും താഴെ ഒരേ ബോർഡർ, നല്ല ഭംഗിയുള്ള സാരിയാണ്, വീവിങ് സാരിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതിന് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിന് സിൽവർ ഹക്കോബാഡ് ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ, വൈറ്റ് ഹക്കോബാഡ് ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1825 രൂപയാണ് ഒറിജിനൽ വില. ഇപ്പോഴത്തെ വില 1299. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസോ ഡിസൈൻ ചേഞ്ചസോ ഒക്കെ ഉള്ളത് കാണിക്കാം. ഇത് നല്ല ഒരു റോസ് കളർ, അത് എല്ലാവർക്കും കളർ തോന്നുന്ന ഒരു കളറാണ് ഈ കളർ എന്ന് പറയുന്നത്. അടുത്തതിൽ ഇതിൻ്റെ ഡിസൈനിലും കളറിലും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ല ലൈറ്റ് ഷെയ്ഡാണ്. എന്നിട്ട് അതിൽ കൂടെ ആ ഒരു സിൽവർ വീവിങ് പോയിരിക്കുക. നല്ല ഒരു എന്നാ പറയുക, നല്ല കണ്ണിനൊരു കുളിർമ തോന്നുന്ന ഒരു ലൈറ്റ്, ഒരു എന്താ അത് പറയുന്നത് അങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാരി കൊടുത്തവർ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രസരിപ്പില്ലേ ആ ഒരു സാധനം വരുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നല കേട്ടോ. മേളിലും താഴെ ഒരേ ബോർഡർ വീതി, ഇത് ഒരേ വീതി ബോർഡർ. അതുപോലെ തന്നെ എല്ലായിടത്തും വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് മുമ്പത്തെ പോലെ തന്നെ പ്ലെയിൻ ആണ്. പ്ലെയിൻ വന്നിട്ട് ബോഡിയിൽ പ്ലെയിൻ മാത്രമേ ഉള്ളൂ ബ്ലൗസ്. ഈ ഒരു ലൈൻസ് ഇല്ലേ, അതാണ് ബോർഡറായിട്ട് വരുന്നത്. പിന്നെ ഈ സാരിയിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു കളർ ഡാമേജ് പോലുണ്ട്. ഇങ്ങനെ അകത്ത് പോകുന്ന ഭാഗത്ത് ഇത് നിങ്ങൾ അടിഭാഗത്താണ് വരുന്നത്, താഴെ ഭാഗത്താണ് വരുന്നത്. ഇത് ഡിസ്കൗണ്ട് റേറ്റ് ഇട്ടിരിക്കുന്നതാണ്. ഇതിനെ മാത്രമേ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില 1899 ആണ്. ഇപ്പോഴത്തെ വില 1299. ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. അത് ഇപ്പോൾ ആ ഒരു സാധനം കാണിച്ചത് കാണത്തേ ഇല്ല. ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പോലും നിങ്ങൾ കാണത്തില്ല. അത്രയ്ക്ക് പിന്നെ ഓരോന്നും അഴിച്ച് ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. ഇത് താഴ്ഭാഗത്ത് അകത്തേക്ക് പോകുന്ന ഭാഗത്താണ് ആ ഒരു സാധനം. മേളിലത്തെ ബോർഡറിന് താഴത്തേക്ക് ഒരു ശക്കലം വീതി, ഇത് കറക്റ്റ് വീതിയാണ്. താഴേക്ക് ഇച്ചിരി കൂടി വീതി ഉണ്ടെന്ന് മാത്രം. ഇത് ഒരു സെറ്റിൽ ഒറ്റ ബണ്ടിലായിട്ട് വന്നതാ, പക്ഷെ പലതിനും പല കളർ ചേഞ്ചസ് ആണ്. ഇത് അടുത്ത കളർ. ഇതിനൊരു ചെറിയൊരു ലാവണ്ടർ മിക്സ് ഫീലുണ്ട്. ചെറിയ റോസ് തന്നെയാണ്, റോസ് ലാവണ്ടർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം. ഇവിടെ സിൽവർ വീവിങ് ബോഡി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് ഇതാണ് ബ്ലൗസിൻ്റെ കയ്യെ വരുന്ന ബോർഡർ. ഉണ്ടോ, നല്ല വശമാണോ? ഇതാണ് നല്ല വശം. കണ്ടോ, ഇതാണ് ബ്ലൗസിൻ്റെ കയ്യെ വരുന്ന ബോർഡർ. ബ്ലൗസ് നല്ല ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കാവുന്നെങ്കിൽ, അല്ലെങ്കിൽ സിൽവർ ഹക്കോബാഡ് ബ്ലൗസ് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇടുകയാണെങ്കിൽ അതും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഇടാം, പിന്നീട് മാറ്റിയിടാം. നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്. 1899, 1299 ഉള്ളി. 500-600 രൂപയുടെ ഡിസ്കൗണ്ട്.
അതിൻ്റെ തന്നെ പീക്കോക്ക് ബ്ലൂ മുമ്പേ കണ്ട ആ അതിലൊരു ഡിസൈൻ്റെ തന്നെ പീക്കോക്ക് ബ്ലൂ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. നല്ലതായിട്ട് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ വീവിങ് സാരി അല്ലേ. ഇതാണ് ബ്ലൗസ് വരുന്നത്. നമുക്ക് ശരീരത്തോട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും ഇത് കണ്ടോ, ഫുള്ള് വീവിങ്ങാണ്. പക്ഷേ ഇത് വീവിങ് ആണെങ്കിലും ഇങ്ങനെ കുത്തിക്കൊള്ളത്തില്ല. ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഇതല്ല. നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്തെടുക്കുന്ന സാരിയാണ്. കണ്ടോ, ഇതാണോ ഫസ്റ്റ് കാണിച്ചത് അല്ലേ? അതല്ലേ, അത് മാത്രം 2 പീസുണ്ട്. എല്ലാം 2 പീസൊന്നും ഇല്ല, ഒറ്റ പീസ് വെച്ചേ ഉള്ളേ. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്. ഇതാ ഒരു ടസറിൻ്റെ സാരി. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കളർ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കളർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിവിടെ വരാൻ ചാൻസ് ഇല്ല. ടസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ക ടസറും പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്തിരിക്കുക, കട്ട് വർക്കും കൂടെ ചെയ്തിരിക്കുന്ന സാരി. ബോഡി ഫുള്ള് കട്ട്. ഞാൻ മട്ക ടസർ എന്നാണോ പറഞ്ഞത്? മട്ക ടസർ അല്ല കേട്ടോ, സോറി. മട്ക ടസർ അല്ല, നോർമൽ ടസറാണ്. എന്നിട്ട് അതിൻ്റെ ഫുള്ള് കട്ട് വർക്ക് ചെയ്തിരിക്കുക. ഒരു ഇതിൻ്റെ പല കളേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കളർ കാണിച്ചോന്ന് എനിക്കറിയത്തില്ല. എല്ലാത്തിനും ചിലതിന് മാത്രം 2 പീസ് ഉണ്ടായിരുന്നു, ചിലതിന് 1 പീസേ ഉള്ളൂ. അപ്പോൾ ഇത് അതിൽ നിന്ന് ബാലൻസ് വന്നതായിരിക്കാം ഒന്നുകിൽ, അല്ലെങ്കിൽ ഇത് കാണാതെ ഇരുന്നതായിരിക്കാം. കട്ട് വർക്ക് ചെയ്തിരിക്കും. ബോഡിയിൽ ഫുള്ള് കട്ട് വർക്കും അല്ലാതെ എംബ്രോയ്ഡറി വർക്കും കൂടെ ചെയ്തിരിക്കുന്ന പ്യുവർ ടെസർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ബോഡി നിറച്ചും നിങ്ങൾ ഈ കാണുന്ന മുഴുവൻ ഇത് കണ്ടോ, ഈ അടുപ്പിച്ചുകൊണ്ടുവന്ന് ഇതെല്ലാം ടെസറിൻ്റെ കട്ട് വർക്കാണ്. ഈ വലിയ പൂക്കളയിലും മുഴുവനും. പിന്നെ കളർ എന്ന് പറയുന്ന ഒരു ഗ്രേപ്പിൻ്റെ കളറാണ്. ബ്ലൗസ് വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും. പ്ലെയിൻ വന്നിട്ട് ഈ ഒരു അറ്റത്തൊരു ബോർഡറുമായിട്ട്. ഇങ്ങോട്ട് പോയി ഇതിൻ്റെ വില കാണിക്കാം. 2920. ഇതാണ് ഇതിൻ്റെ പ്യുവർ അല്ല, ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 1899. ഇതിൻ്റെ മോഡൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നായിരിക്കാം നേരത്തേതുമായിട്ട്. സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തത് ഈ സാരി ഞാൻ ഇതിൻ്റെ കളേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളതാണ്, ഓൺലൈനിൽ കൊടുത്തിട്ടുള്ളതാണ്. അന്നിപ്പോൾ നമ്മൾ കൊടുത്ത സമയത്ത് കാണാതെ ഇരുന്നതിൽ 1-2 എണ്ണമോ അല്ലെങ്കിൽ അന്ന് സെയിലാകാതെയോ ഒന്നും ചില ഈ ഒത്തിരി ബുക്കിംഗ് ഒത്തിരി എൻക്വയറി വന്നാൽ നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ചിലതൊക്കെ മിസ്സായി പോവും. അങ്ങനെ വന്നതായിരിക്കാം. ഇത് സെമി റോസിൽക്കാണ് സ്റ്റഫ്. ഇങ്ങനെ നിറച്ചും എംബ്രോയ്ഡറി വന്നിരിക്കും. ഇതാണ് മുന്താണി, കണ്ടോ? ഇങ്ങനെ സ്കാലപ്പ് എല്ലാം ചെയ്തിരിക്കുന്ന മുന്താണി നിറച്ചും എംബ്രോയ്ഡറി വർക്കാണ്. ബോഡി ഇങ്ങനെ വരും. ബോഡിയിലും നിറച്ച് എംബ്രോയ്ഡറി വർക്കാണ്. ഏറ്റവും ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് പ്ലെയിനാണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെ ഷെയ്ഡ്. $1900 ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റേറ്റ് 1299. അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട്. ഇത് ചെറിയ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. ഈ കളറിൽ ഒരു ചെറിയ വ്യത്യാസം. അത് നല്ല ബോട്ടിൽ ഗ്രീന്. ഇതിനകത്ത് വരുമ്പം ഒരു ടീൽ ബ്ലൂവിൻ്റെ കൂടെ ഒരു മിക്സിങ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ബോഡിയെ കൂടെ പോയിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെ. പീച്ചും പിങ്കും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഡിസൈനാണ് പോയിരിക്കുന്നത്. മുന്താണിയിൽ ഇങ്ങനെ ഇതാ മുന്താണി ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് വന്നാലും ഇത് കണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് ഒന്നുമില്ല, പ്ലെയിനാണ്. ബ്ലൗസും പ്ലെയിനാണ്. അപ്പം എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന ഭാഗമാണ് ബ്ലൗസ്. കണ്ടോ, ബ്ലൗസും പ്ലെയിനാണ്. എന്നുവെച്ചാൽ ബോഡി ഫുള്ള് ഇങ്ങനെ നിറച്ചു ഇതല്ലേ. അതിൻ്റെ കൂടെ ബ്ലൗസിലും കൂടെ വർക്ക് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊരു ഓവറായിപ്പോൾ. ഇനി അടുത്ത സാരി ഇതേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാരിയായി ഇത്. കാരണം എന്നാന്ന് വെച്ചാൽ ക്രേപ്പിൻ്റെ സാരിക്ക് നല്ല റേറ്റും ഉണ്ട്. ഓരോ ക്രേപ്പിൻ്റെ ക്വാളിറ്റി കൂടുന്തോറും റേറ്റും അത്രയ്ക്ക് കൂടുതലാണ്. അതിപ്പം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ വിവിധ കളേഴ്സാണ്. ഈ സിൽക്കി ക്രേപ്പ് എന്ന് പറയും. ഇതിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു ബോർഡറാണ് ഇതിൻ്റെ. ഇതിപ്പം മുന്താണിക്ക് വരുന്നത് 2 സൈഡിലും ബോർഡറും മുന്താണിയുടെ അറ്റത്ത് ഈ ഒരു ബോർഡർ. ഇറ്റേ നിറച്ചും ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കുമാണ്. ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്.
നല്ലൊരു ലുക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ പെൺകുട്ടികൾക്കൊന്നല്ല, ലേഡീസിന് ആർക്കാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ബോഡി ഹങ്കിങ് ആയിട്ട് നല്ല ഒതുങ്ങിക്കിടക്കുന്ന സാരിയാണ്. ബ്ലൗസ് വന്നിട്ടുണ്ടല്ലോ, ഇത് വരും ബ്ലൗസ് വരുമ്പോൾ ഇതേ ഈ ഒരു വർക്കില്ലേ ഇങ്ങനെ, ഇത് ബാക്ക് പോർഷനാണ്, നിറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കൈക്കും കൊടുക്കാം, ഇത് കൊടുക്കാം. ഈ എംബ്രോയ്ഡറിയുടെ മണ്ടയിൽ നിറച്ച് ഇങ്ങനെ സ്റ്റോൺ ചെയ്താണ് ബോർഡർ പോകുന്നത്. പക്ഷെ കയ്യിലോട്ട് വരുമ്പം ആ ഒരു സ്റ്റോൺ ചെയ്യാതെയാണ് ഇരിക്കുന്നത്. നല്ല കളറുള്ള സാരി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ഇതിൻ്റെ കളേഴ്സ് എല്ലാം പേസ്റ്റൽ കളേഴ്സ്, അതാണ് അതിൻ്റെ ഒരു ഭയങ്കര ഭംഗി. നല്ല സിൽക്കി ക്രേപ്പിൻ്റെ മെറ്റീരിയൽ. കളർ ചേഞ്ചസ് കാണിക്കാവേ. ഇടയ്ക്കിടയ്ക്ക് ഈ ഞൊട്ട് കേൾക്കാം, എന്നതാണ് നിർത്താനും ഞൊട്ടും തുടങ്ങാനും ഞൊട്ടും. ഇവിടെയുള്ളവരുടെയൊക്കെ കാര്യം നല്ല ഉണ്ടല്ലോ. ഒരു ഒനിയൻ്റെ കളറാണ് ഇതിപ്പം വന്നിട്ട്, ഒനിയനും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇവിടെ പോയിരിക്കുന്ന ഈ എംബ്രോയ്ഡറി വർക്കിന് ഒനിയൻ്റെ കളറാണ്. അതിൽ കൂടെ നിറച്ചും ബീഡ്സ് ചെയ്തിരിക്കുക. ഇതിലേക്ക് വരുമ്പം ഒരു മെറൂണിഷ് മിക്സാണ്, അങ്ങനെയുള്ള ഒരു കളർ. മുമ്പേ കണ്ടത് തന്നെ, ബാക്കി എല്ലാം സെയിം ആണ്. ഇനി അതിൻ്റെ അടുത്ത കളേഴ്സും കൂടെ കാണിക്കാം. എല്ലാം പേസ്റ്റൽ കളറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ചേരും. ആർക്ക് വേണമെങ്കിലും കളറൊന്നും നോക്കണ്ട, നല്ല ഭംഗിയായിട്ട് കൊടുക്കാം. ഇത് നമ്മളിപ്പം ബ്രൈഡിനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഈ കാറ്റഗറി ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഫങ്ഷനുകൾക്കൊക്കെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കളർ ഒരു ഗ്രേപ്പിൻ്റെ കളർ. എന്നിട്ട് ഞാനിപ്പോൾ വിചാരിക്കുകയായിരുന്നു ഓർണമെൻറ്റ്സ്, ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് കിട്ടും നിറച്ച് നല്ല മഴത്തുള്ളികളൊക്കെ ഉള്ള പോലത്തെ, അങ്ങനത്തെ ഓർണമെൻറ്റ്സും കൂടി ഇട്ടാൽ നല്ല രസമായിരിക്കും. ഡാർക്ക് ലാവണ്ടർ കളറ്. ബാക്കി എല്ലാം സെയിം, അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിക്കാതെ. നിങ്ങൾ നോക്ക്, ഈ സാരി ഒന്നും പൊട്ടിച്ചിട്ട് പോലുമില്ല, ഉണ്ടാവും. ഇങ്ങനെ പൊട്ടിച്ചിട്ട് പോലുമില്ല, നൂല് പോലും പൊട്ടിച്ചിട്ടില്ല. എന്നും കൊണ്ട് ഇത് ഒത്തിരി ഒന്നുമില്ല. നമുക്ക് ബണ്ടിൽ കണക്കിന് വന്നിട്ട് പീസസ് ഇത് കാണിച്ചോ, പീസസ് മിച്ചമായിരിക്കുന്ന. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെല്ലാത്തിനും വളരെ ചുരുക്കത്തിന് മാത്രമേ അല്ല, എല്ലാത്തിനും അല്ലേ സിംഗിൾ പീസസ് അല്ലേ ഉള്ളൂ. ഇത് ഒരു സാരിക്ക് മാത്രം, ആദ്യം കാണിച്ച ചന്ദേരി സാരിക്ക് മാത്രം ഒരു പീസും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഞാൻ പറയാം, റിഡക്ഷൻ സെയിലിനാണ് ഞാനങ്ങനെ കട്ടായമായിട്ട് പറയത്തുള്ളൂ. അല്ലാത്തതിനൊക്കെ നമുക്ക് സ്റ്റോക്ക് കാണും. റിഡക്ഷൻ സെയിൽ ഒരു പീസ് മാത്രമേ കാണുന്നുള്ളൂ കൊണ്ട് അങ്ങനെ പറയുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.